RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. ബാഴ്സലോണ വിസസ് ഇന്റർ മിലാൻ. ഈ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബയണിനെ തോൽപ്പിച്ചിട്ടാണ് ഇന്റർ മിലാൻ സെമി ഫൈനലിൽ എത്തിയത്. അതേപോലെ ബറൂസിയ ഡോട്ട്മണ്ടിനെ തോൽപ്പിച്ചിട്ടാണ് ബാഴ്സലോണ സെമി ഫൈനലിൽ എത്തുന്നത്. അപ്പോൾ ഇനി ഈ രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഒരു 60-40 ബാഴ്സലോണ ജയിക്കാൻ ചാൻസ് 60%, 40% ഇന്റർ വിജയിക്കാൻ ചാൻസ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോ ഈ ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിൽ 4 മത്സരങ്ങളായി ഇന്റർ മിലാന് വിജയിച്ചിട്ട് ബയൺ മ്യൂണിക്കായിട്ട് സമനില, അടുത്തതിന് ശേഷം ലീഗിൽ ഒരു മത്സരം തോൽവി, അതിനുശേഷം AC മിലാനായിട്ട് അത് ഇറ്റാലിയൻ കപ്പില് അതിൽ 3-0 പരാജയപ്പെട്ടു. അതിനുശേഷം ലീഗിൽ നല്ല ഫൈറ്റ് 71 പോയിന്റുമായിട്ട് നെപ്പോളിയായിട്ട് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന സമയത്താണ് റോമയായിട്ട് 1-0 പരാജയപ്പെട്ടത്. ബാഴ്സലോണ കഴിഞ്ഞ 3 മത്സരങ്ങൾ സെൽറ്റ വിഗോയായിട്ട് നല്ലൊരു കംബാക്ക് നടത്തി. അതിനുശേഷം അവസാനം നടന്ന മത്സരത്തിൽ റയൽ മഡ്രിഡിനെ കൊപ്പ ഡെൽ റേ ഫൈനലിൽ 3-2 പരാജയപ്പെടുത്തിയ ഒരു ജേതാക്കളായിരിക്കണം. അവർക്കിനി ഇത് സെമി ഫൈനലും ഫൈനലും കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗിൽ ടൈറ്റിൽ അടിച്ച ലീഗിൽ ഇപ്പോൾ റയൽ മഡ്രിഡായിട്ട് 3 പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് ലീഗ് ടൈറ്റിലും കൂടി അടിച്ചാണെങ്കിൽ ഈ സീസണിൽ ഹാട്രിക് ട്രിപ്പിൾ എന്ന സ്വപ്ന തുല്യമായ ഒരു ഭാഗ്യം കിട്ടാൻ പോകണം അവർക്ക്. അത് ഇനി അതിന് വിരലെണ്ണാവുന്ന കളികൾ മാത്രം, ലീഗിൽ മാത്രം കുറച്ച് കളികൾ ബാക്കിയുള്ളത്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ നമ്മൾ സെമി ഫൈനല്, ഫൈനല്. അപ്പോൾ ഇനിയിപ്പോൾ ആഴ്സണൽ ആണോ PSG ആണോ എതിരെന്ന് അറിയില്ല. അതേപോലെ ഇന്റർ മിലാന്റെ ആ മതിൽ കെട്ടുകളൊന്ന് തകർത്താൽ മാത്രമേ, അവരുടെ ആ ഒരു ഡിഫെൻസീവ് അതൊന്ന് തകർത്താൽ മാത്രമേ ബാഴ്സയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ രണ്ട് ടീമുകളും എങ്ങനെ സെമി ഫൈനലിൽ എത്തി നമുക്കൊന്ന് നോക്കാം. ഫെയ്നൂർദിനെ 4-1 പരാജയപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ ബയൺ മ്യൂണിക്കായിരുന്നു ഇന്ററിന്റെ എതിരാളികൾ. ഇന്റർ മിലാൻ അവരെ 4-3 പരാജയപ്പെടുത്തി. അതിശക്തമായ മത്സരമായിരുന്നു. അവർ വിജയിച്ച് 4-3 ബയണിനെ പരാജയപ്പെടുത്തിയിട്ടാണ് സെമി ഫൈനലിൽ എത്തുന്നത്. ബാഴ്സലോണ ആവട്ടെ ബെൻഫിക്കയെ 4-1 പരാജയപ്പെടുത്തിയിട്ടാണ് അവര് ക്വാർട്ടർ ഫൈനലിൽ ബറൂസിയയോട് 5-3 വിജയിച്ചിട്ടാണ് ഇപ്പൊ സെമി ഫൈനലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജുകളൊന്നും പറയാൻ പറ്റില്ല. ഇനി നാളത്തെ ഒരു 90 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ 6-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ അവിടെ ഇന്ററിന്റെ മൈതാനത്തിലാണ്. അപ്പൊ അതും കൂടി കഴിഞ്ഞാലാണ്, ആ 90 മിനിറ്റ് വിസിൽ കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ ആരാണ് ഇതിൽ വിജയിക്കുക എന്നുള്ളത്. ഇന്നത്തെ കളിയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയ്ക്കാണെങ്കിൽ ഒരു ട്രിപ്പിൾ നേടാനുള്ള ഒരു അപൂർവ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഹാൻസി ഫ്ലിക്ക് എന്ത് വില കൊടുത്തിട്ടും ഇത് നേടാനേ നോക്കുള്ളൂ. ഇന്ററിന്റെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ററിന് ഇനിയുള്ള ഹോപ്പ് എന്ന് പറഞ്ഞാൽ ലീഗ് ഇപ്പോ കട്ടപ്പുറത്താണെന്ന് പറയാം, പക്ഷെ അവർ പൊരുത്തും. അതേപോലെ ചാമ്പ്യൻസ് ലീഗ്, ഈ 2 ടൈറ്റിലുകളാണ് അവർക്ക് ഇനി നേടാനുള്ളത്. അപ്പൊ അതിനു വേണ്ടി അവർ കഠിന പരിശ്രമം തന്നെ. ഇന്ന് മിക്കവാറും ഇന്റർ മിലാന്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഡിഫെൻസീവ് ആയിട്ടാണ് അവർ കളിക്കുള്ളൂ. പരമാവധി ഗോള് ബാഴ്സനെ കൊണ്ട് അടുപ്പിക്കാതിരിക്കുക, അത് ബയണിനോട് ചെയ്ത അതേ ടാക്ടിക്സ് ആയിരിക്കും അവരിന്ന് എടുക്കുന്നത്. അതിൽ സിമിയോൺ ചങ്ങായി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എൻസാക്കി ആളുടെ ഒരു ടാക്ടിക്സ് മിക്കവാറും അതന്നെ ആയിരിക്കും. അവർക്ക് ഹോം ഗ്രൗണ്ടിൽ അടുത്ത മാസം 6-ാം തീയതി നടക്കുന്ന ഹോം ഗ്രൗണ്ടിലുള്ള മത്സരത്തിൽ അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള നോക്കുക ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് പരമാവധി ഗോൾ കൺസെപ്റ്റ് ചെയ്യാതെ കിട്ടിയ കൗണ്ടറിൽ ഒരു ഗോൾ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുള്ളൂ. അപ്പോൾ അവർ ലൈനപ്പ് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, 2 ടീമിന്റെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 4-2-3-1 ബാഴ്സ കളിക്കുന്നത്. ഇപ്പോൾ ലെവൻഡോസ്കി ഇല്ലാത്തതുകൊണ്ട് ഫെറാൻ ടോറസ് ആയിരിക്കും അവരുടെ മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക. അതേപോലെ ഇന്റർ മിലാൻ കളിക്കുന്നത് 3-5-2 എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ മിഡ്ഫീൽഡിൽ തന്നെ അവർ ബാഴ്സയെ പൂട്ടാനുള്ള പരിപാടിയാണ് ഈ ഒരു 3-5-2 എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടർ കിട്ടുമ്പോൾ ഇന്ററിൽ ലൗതാറോ മാർട്ടിനസും ഫോർവേഡിൽ കളിച്ചിട്ട് ഗോൾ നേടുക എന്നുള്ള ഒരു ടാക്ടിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്താണെന്ന് പറഞ്ഞാൽ ബാഴ്സയുടെ ഗ്രൗണ്ടാണ്, ഹോം ഗ്രൗണ്ട്, അതിന്റെ അഡ്വാൻറ്റേജ് ബാഴ്സയ്ക്ക് ഉണ്ടാവും. അപ്പൊ അത് മുതലെടുക്കാൻ ബാഴ്സ നോക്കുന്ന സമയത്ത് അതിന് എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും ഇന്ററിന്റെ ഇനി മുന്നോട്ട് പോകാനുള്ള ഇതുണ്ടാവും. ഇന്ന് പക്ഷേ ബാഴ്സലോണ ഗോളുകൾ ഒരുപാട് അടിക്കുകയാണെങ്കിൽ പിന്നെ ഇന്ററിന് ചിലപ്പോൾ സെക്കൻഡ് ലെഗിൽ ഇറ്റലി പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാനും പരിധികളുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ടീമാണ്. ഇപ്പൊ അടുത്ത ഒരു 3-4 കളികളിൽ ഗോൾ സ്കോർ തീരെ ചെയ്തിട്ടില്ല ഇന്റർ. കോച്ചുമായിട്ട് കാര്യം എടുക്കണമെങ്കിൽ ഇൻസാക്കി എന്ത് തന്ത്രങ്ങളായിരിക്കും ഇന്ന് ഗ്രൗണ്ടിൽ മെനയാൻ പോകുന്നത്. അതേപോലെ ഹാൻസി ഫ്ലിക്ക് ചങ്ങായി ബാഴ്സലോണ ഇതുവരെ എത്തിച്ചു.
അപ്പോൾ ഇനി എന്താണ് ഇന്നത്തെ പരിപാടി എന്നറിയില്ല. അപ്പോൾ രണ്ട് ടീമിനും ഇഞ്ചുറികൾ കുറച്ചുണ്ട്. ബാൽഡെ ഇല്ല, ലെവൻഡോസ്കി അങ്ങനെ അവരുടെ ടീമിലും അതേപോലെ 2-3 പ്ലേയേഴ്സ് ഇഞ്ചുറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചുറിയുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പവാഡ് ഇല്ല അവരുടെ ഇതിൽ, അതേപോലെ തുറാം ഇല്ല, കളിക്കുന്നില്ല. അപ്പോൾ രണ്ട് ടീമിനും ഇഞ്ചുറി ഒന്നും ഒക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇന്ന് എന്തായിരിക്കും കളിയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കുറച്ചു കാലമായി ഈ രണ്ട് ടീമും ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ഉയർത്തിയിട്ട്, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അത് ഉയർത്തണം എന്നുള്ള ഒരു വാശി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കടുത്ത പോരാട്ടം തന്നെയായിരിക്കും. അപ്പോൾ ആര് വിജയിക്കും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ബാഴ്സയുടെ ഫോർവേഡ്സും ഇന്റർ മിലാന്റെ ഡിഫൻസും തമ്മിലുള്ള മത്സരമായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ വശത്ത് യമാലും റഫീനിയും ടോറസും അടങ്ങുന്ന അറ്റാക്കിംഗ്, ഓൽമോയും അടക്കുന്ന അറ്റാക്കിംഗ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് തടുത്തു നിർത്താൻ പറ്റും, തടുത്തു നിർത്തിയിട്ട് കൗണ്ടറിലൂടെ ഗോൾ നേടിയാൻ പറ്റും എന്നാണ് ഇന്ന് ഇന്റർ മിലാൻ ആലോചിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കാണാൻ എന്തായാലും റിസൾട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും.